ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ സീക്രട്ട് ഓഫ് കലിംഗ എന്ന മലയാളം മൂവിയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിൽ കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരയിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ വനപ്രദേശത്തിന് സമീപമുള്ള ഒരു കോളേജാണ് കാണിക്കുന്നത്. ഇപ്പോൾ ആ കാട്ടിലൂടെ ഒരാൾ നടന്നു പോവാണ്. ഇയാൾ അവിടെ പഠിക്കുന്ന ആളാണോ എന്നൊന്നും അറിയില്ല. ഇയാളിങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് വ്യത്യസ്തമായ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ഇവിടേക്ക് പോകാൻ പാടില്ലെന്ന് പറയാറുണ്ട്. അത് ലംഘിച്ച് ഇയാൾ നടന്നു വരുമ്പോഴാണ് ഈ ശബ്ദം കേൾക്കുന്നത്. എന്താണ് ഈ ശബ്ദം എന്ന് കരുതി അയാൾ ഭയപ്പെടുകയാണ്. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ ആ ശബ്ദം കൂടുതലായി കേൾക്കാൻ തുടങ്ങുന്നു. അതേപോലെ ഇയാൾക്ക് എതിർവശത്തായി ഒരു സ്ത്രീയുണ്ട്. അവർ കൈകൾ വെച്ച് എന്തോ മന്ത്രവാദം ചെയ്യുന്നത് പോലെ കുറച്ചായി ഇയാളെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു. ഈ വ്യക്തിയുടെ കണ്ണുകൾ പൂർണ്ണമായും വെള്ള നിറമായി മാറുന്നു. ഇപ്പോൾ ഇയാളും എന്തോ ബാധ കയറിയതുപോലെ അവിടെയുള്ള കിണറിന് നേരെ നടന്നു പോവാണ്. അതായത് ഈ കിണറ്റിൽ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് എന്നതാണ് കഥ. ഇയാളും ഈ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു. ഇപ്പോൾ ഇയാൾ ആത്മഹത്യ ചെയ്ത കാര്യം കോളേജ് അധികൃതർ അറിയുകയും കോളേജിൽ അനൗൺസ്മെന്റ് ഒക്കെ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതിനകം തന്നെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരാൾ കൂടി മരിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഈ കോളേജിൽ പഠിക്കുന്ന 4 പെൺകുട്ടികളെയാണ് ഇനി കാണിക്കുന്നത്. രാത്രി സമയത്ത് വരാന്തയിലിരുന്ന് സംസാരിക്കുകയാണ് അവർ. അതിൽ 3 പെൺകുട്ടികൾക്ക് ഇതിലൊന്നും ഒട്ടും വിശ്വാസമില്ല. ആ 3 പെൺകുട്ടികൾ പറയുന്നത് അവൻ ആത്മഹത്യ ചെയ്തതാണ്. എന്നാൽ പ്രേതം നിയന്ത്രിച്ച് അവനെ കൊലപ്പെടുത്തിയതാകാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അതൊന്നും സത്യമല്ല എന്നാണ്. എന്നാൽ ഒരു പെൺകുട്ടിക്ക് ഇതിൽ വിശ്വാസമുണ്ട്. അവർ പറയുന്ന പോലെ അത് സത്യമാകാൻ സാധ്യതയുണ്ടെന്നൊക്കെ അവൾ പറയുന്നു. ഇത് കേട്ട് ബാക്കി 3 കൂട്ടുകാരികൾക്കും ദേഷ്യം വരുന്നു. ശരി, അത് നമുക്ക് തെളിയിക്കാം, നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാമെന്ന് അവർ പറയുന്നു. ഈ ഭയപ്പെടുന്ന പെൺകുട്ടി അതൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഇല്ല, നമ്മൾ തീർച്ചയായിട്ടും പോകണമെന്ന് പറഞ്ഞ് ആ 3 പേരും ചേർന്ന് അവളെയും അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇതേ കോളേജിലെ 2 ടീച്ചർമാരെയാണ് ഇനി കാണിക്കുന്നത്. ജോലിയൊക്കെ കഴിഞ്ഞ് ഇവർ 2 പേരും വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് ആരോ പുക വലിക്കുന്നത് അവർ കാണുന്നു. ആരാണിതെന്ന് നോക്കാൻ അവർ ആ സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ ഒളിച്ചിരിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് ഓടാൻ തുടങ്ങുന്നു. അതേ വഴിയിലൂടെയാണ് ഈ 4 പെൺകുട്ടികളും നടന്നു വരുന്നത്. അപ്പോൾ ഈ 2 ടീച്ചർമാരും ആ പെൺകുട്ടികളെ തടയുന്നു. ഓഹോ, കാട്ടിലേക്ക് പോകാമെന്ന് കരുതിയോ എന്ന് ചോദിച്ച് അവരെ വേഗം കോളേജിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. എത്ര തവണ പറഞ്ഞിട്ടുള്ളതാണ്, ആവേശം മൂത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണ്, നിങ്ങളുടെ ജീവൻ പോയാൽ ഞങ്ങളാണ് സമാധാനം പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞ് 2 ടീച്ചർമാരും അവരെ വല്ലാതെ വഴക്ക് പറയുന്നു. ഈ 2 ടീച്ചർമാരിൽ ഒരാൾ പറയുന്നുണ്ട്, പെൺകുട്ടികൾ അമ്മമാർ പറയുന്നത് കേൾക്കാറില്ല. മാഡം, നിങ്ങൾക്ക് ഒരു മകളുണ്ടല്ലോ, ഇപ്പോൾ മുതൽ അവളെ നിയന്ത്രണത്തിൽ വെക്കണം, അല്ലെങ്കിൽ അവൾ തെറ്റായ തീരുമാനങ്ങൾ എടുത്തേക്കാം എന്ന് മറ്റേ ടീച്ചറോട് പറയുന്നു. അപ്പോൾ ആ 2ാമത്തെ ടീച്ചർ തൻ്റെ മകളുടെ ബാഗ് പരിശോധിക്കുന്നു. അവൾ ചെറിയ കുട്ടിയാണ്. എന്നാൽ ആ ചെറിയ കുട്ടിക്ക് തന്നെ ഒരു പയ്യൻ പ്രേമലേഖനം പോലെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. തമാശയ്ക്ക് എഴുതി വെക്കുന്ന പോലെ അവൻ എഴുതി വെച്ചതാണ്. അയ്യോ, എൻ്റെ മകൾ വലുതാവുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമോ, അവളെ ശ്രദ്ധിച്ച് വളർത്തണം എന്നൊക്കെ ആ ടീച്ചർ ചിന്തിക്കുന്നു. സിനിമയുടെ തുടക്കത്തിൽ ഒരാൾ മരിച്ചതായി കാണിച്ചല്ലോ. ഇതിനു മുമ്പും ഒരുപാട് പേര് അവിടെ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കിണർ മൂടാമെന്ന് തീരുമാനിച്ച് പൂജയൊക്കെ ചെയ്ത് അത് മൂടി വയ്ക്കുന്നു. അതേപോലെ കുട്ടികൾ ആരും ആ ഭാഗത്തേക്ക് പോകാൻ പാടില്ല, ആ വഴി തന്നെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞ് കോളേജ് അധികൃതർ ആ വഴി അടച്ചിടുന്നു. പിന്നീട് 10 വർഷം കഴിഞ്ഞ് നടക്കുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഒരു പെൺകുട്ടി ഉറക്കത്തിൽ നിന്ന് ഭയന്ന് ഞെട്ടി ഉണരുന്നു. മകളെ നല്ല രീതിയിൽ വളർത്തണമെന്ന് ചിന്തിച്ച ആ ടീച്ചറുടെ മകളാണത്. ഇവളുടെ പേര് ഗായത്രി എന്നാണ്. എന്താണ് സംഭവിച്ചതെന്ന് അമ്മ ചോദിക്കുമ്പോൾ ഒന്നുമില്ലമ്മേ, ഒരു ദുസ്വപ്നം കണ്ടു എന്ന് അവൾ പറയുന്നു. മകളെ എങ്ങനെയെങ്കിലും അച്ചടക്കമുള്ള ഒരു പെൺകുട്ടിയായി വളർത്തണമെന്ന് കരുതി 12ാം ക്ലാസ് വരെ വളരെ അച്ചടക്കത്തോടെയാണ് അവളെ വളർത്തിയത്. താൻ ജോലി ചെയ്യുന്ന കോളേജിൽ തന്നെ മകളെ ചേർക്കാമെന്ന് അവർ ചിന്തിക്കുകയാണ്. ഇനി അവിടെ നിന്ന് കട്ട് ചെയ്ത് മറ്റൊരു പയ്യനെ കാണിക്കുന്നു. ഇവന്റെ പേര് അരുൺ എന്നാണ്. ഈ അരുൺ നമ്മുടെ നായകന്റെ അനിയനാണ്. അവൻ ചേട്ടന്റെ പുസ്തകം എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. സത്യത്തിൽ ചേട്ടൻ ആ കിണറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് നീ ഇതെടുത്തത് എന്ന് ചോദിച്ച അനിയന്റെ കയ്യിൽ നിന്ന് അവൻ അത് വേഗത്തിൽ പിടിച്ചു വാങ്ങുന്നു. ചേട്ടന്റെ കൂടെ ഒരു സുഹൃത്ത് താമസിക്കുന്നുണ്ട്. ഇയാളുടെ പേര് ദീപക് എന്നാണ്. ചേട്ടനും ദീപക്കും ചേർന്നാണ് അതിന് പിന്നിലുള്ള രഹസ്യം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അനിയൻ ഈ രഹസ്യങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല. അതൊക്കെ വെറും കെട്ടുകഥയാണെന്നാണ് അവൻ പറയുന്നത്. അത് കാണാത്തവർ അങ്ങനെ പറയും, ഞങ്ങളത് അനുഭവിച്ചറിഞ്ഞതാണ് എന്നൊക്കെ ചേട്ടൻ പറയുന്നു. അതായത് ഈ ചേട്ടനും സുഹൃത്തും ആ സംഭവം നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അല്പം വ്യക്തമായി പറയാൻ അനിയൻ ആവശ്യപ്പെടുമ്പോൾ ചേട്ടൻ ചില കാര്യങ്ങൾ പറയുന്നു. സത്യത്തിൽ 10 വർഷം മുമ്പ് ചേട്ടനും ഇതേ കോളേജിലാണ് പഠിച്ചിരുന്നത്. വളരെ മാസമായിട്ട് ആ കോളേജിൽ നടന്നിരുന്ന ആളാണവൻ. സിനിമയുടെ തുടക്കത്തിൽ ഒരാൾ കാട്ടിലേക്ക് പോയി വശീകരിക്കപ്പെട്ടതുപോലെ കിണറ്റിൽ ചാടിയത് കണ്ടില്ലേ? ആ സംഭവം ഈ ചേട്ടൻ കണ്ടിരുന്നു. കാരണം അന്ന് ചേട്ടൻ കോളേജിനടുത്ത് പുക വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരാൾ കാട്ടിലേക്ക് പോകുന്നത് കണ്ട് അവൻ എന്താണ് അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് കരുതി അവനെ പിന്തുടർന്നു പോയത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ വശീകരിക്കപ്പെട്ടതുപോലെ കിണറ്റിൽ പോയി ചാടി. അവൻ സ്വയം ചാടിയതല്ല, എന്തോ ഒന്ന് അവനെ നിയന്ത്രിച്ച് ചാടിച്ചതാണ്. അതുകൊണ്ട് ഇതിന് പിന്നിൽ തീർച്ചയായിട്ടും മന്ദാകിനി ഉണ്ടെന്ന് ചേട്ടൻ പറയാണ്.
മന്ദാകിനിയോ അതാരാണ് എന്നൊക്കെ അനിയനും ചോദിച്ചറിയുന്നുണ്ട്. അനിയനോട് അവൻ എന്താണ് പറയുന്നതെന്ന് വ്യക്തമായി നമ്മളെ കാണിക്കുന്നില്ല. ഇപ്പോൾ 10 വർഷത്തിന് ശേഷം അതേ കോളേജ് കാണിക്കുന്നു. ഇപ്പോഴും ആ സംസാരം അവിടെയുണ്ട്. 10 വർഷം മുമ്പ് ഒരാൾ മരിച്ചു പോയത്രേ, അതിനു മുമ്പും അവിടെ ധാരാളം പേര് മരിച്ചിട്ടുണ്ട് എന്നൊക്കെ കുട്ടികൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഇവരെല്ലാവരും ചുറുചുറുക്കുള്ള കുട്ടികളായതുകൊണ്ട് ആ സ്ഥലത്തേക്ക് പോകണം എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. 4 വർഷം മുമ്പ് പോകാൻ ശ്രമിച്ച പെൺകുട്ടികൾക്ക് ഇപ്പോൾ പ്രായമായല്ലോ. അവർ ഓരോ ജോലികൾ ചെയ്യുന്നതായി നമ്മളെ കാണിക്കുന്നുണ്ട്. അതേസമയം നായകൻ ആ മന്ദാകിനിയെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു. അതായത് ആ കിണറ്റിനടുത്ത് വെച്ച് നിയന്ത്രിച്ച് ആളുകളെ കൊല്ലുന്ന ആ പ്രേതത്തെക്കുറിച്ച് പൂർണ്ണമായും അറിയണമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. അതിനായി അദ്ദേഹം ഒരുപാട് വിവരങ്ങൾ ശേഖരിക്കുന്നതായി കാണിക്കുന്നു. ടീച്ചർ തന്റെ മകളെ സ്വന്തം കോളേജിൽ തന്നെ ചേർക്കാമെന്ന് കരുതിയല്ലോ. ആ കുട്ടിയുടെ പേര് ഗായത്രി എന്നാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഗായത്രി ആദ്യ ദിവസം കോളേജിലേക്ക് വരികയാണ്. ഇവിടെ ജോലി ചെയ്യുന്ന സെക്യൂരിറ്റിക്ക് ഈ കുട്ടിയെ കാണുമ്പോൾ എന്തോ ഒരു ഫീലിംഗ് വരുന്നു. അതായത് സ്വന്തം മകളെ പോലെ തോന്നുന്നു എന്ന് കരുതി അദ്ദേഹം ആ കുട്ടിയെ തന്നെ നോക്കി നിൽക്കുന്നു. ഈ കുട്ടിക്ക് ഒരു കൂട്ടുകാരിയെ കിട്ടുന്നു. ആ കൂട്ടുകാരിയുടെ പേര് മീന എന്നാണ്. നീ നോട്ട്സ് എഴുതിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് മീന പറയുന്നു. ഇവിടെ തന്നെയാണ് നായകന്റെ അനിയനായ അരുണും പഠിക്കുന്നത്. ഇപ്പോൾ അരുണിനോട് സഹായം ചോദിക്കാമെന്ന് കരുതി ഗായത്രി നിന്റെ നോട്ട്സ് ഒന്ന് തരാമോ എന്ന് അവനോട് ചോദിക്കുന്നു. അവനും തന്നെ നോട്ട്സ് എടുത്ത് കൊടുക്കുന്നു. അത് നോക്കി എഴുതാമെന്ന് വെച്ചാൽ അവന്റെ കൈയക്ഷരം ഒട്ടും മനസ്സിലാവുന്നില്ല. നിന്റെ കൈയക്ഷരം എനിക്ക് മനസ്സിലാവുന്നില്ല, കുറച്ചൊന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ശരി ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് അവൻ തന്നെ അതൊക്കെ വായിച്ചു കൊടുക്കുന്നു. ഇതിലൂടെ ഇവർ രണ്ടുപേരും അത്യാവശ്യം നല്ല സുഹൃത്തുക്കളായി മാറുന്നു. ഈ നാട്ടിലായാലും കോളേജിലായാലും ഈ പ്രേതത്തിലും പിശാചിലൊന്നും വിശ്വാസം ഇല്ലാത്തവരുണ്ടാവുമല്ലോ. അവർ ആ വാതിൽ തകർക്കാമെന്ന് പറഞ്ഞ് കൂട്ടമായി വന്നിരിക്കുകയാണ്. എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും ഫോൺ കോൾ വരുന്നു. തിടുക്കപ്പെട്ട ഒന്നും ചെയ്യരുത്, നമുക്ക് നിയമപ്രകാരം ചെയ്യാം, അതുവരെ കാത്തിരിക്കുക എന്ന് പറഞ്ഞ് കോൾ വരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞ് അവരും അവിടെ നിന്ന് മടങ്ങാണ്. ഇപ്പോൾ നായകന്റെ സുഹൃത്ത് ദീപക് പറയുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നു. അതെന്താണെന്ന് നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണിച്ചു തരാൻ തുടങ്ങുന്നുണ്ട്. അതായത് 10 വർഷം മുമ്പ് 4 പെൺകുട്ടികൾ കോളേജിലേക്ക് പോകാൻ ശ്രമിച്ചത് കണ്ടില്ലേ? അതേ സമയത്ത് ആരോ പുകവലിക്കുന്നത് 2 ടീച്ചർമാർ ശ്രദ്ധിച്ചിരുന്നു. അതാരാണെന്ന് അന്ന് കാണിച്ചിരുന്നില്ല. സത്യത്തിൽ അന്ന് പുകവലിച്ചത് നായകനും അവന്റെ സുഹൃത്തായ ദീപക്കുമാണ്. ടീച്ചർമാര് കണ്ടു എന്ന് മനസ്സിലായ ഉടനെ അവർ കാട്ടിലേക്ക് ഓടിപ്പോയി. അങ്ങനെ ഓടിപ്പോയ അവർ അവിടെ വെച്ച് പ്രേതത്തെയൊക്കെ കണ്ടിരുന്നു. പെട്ടെന്ന് ദീപക്കിന് തല ഇറക്കം വരുന്നു. അവൻ ബോധം കെട്ട് വീഴുന്നു. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ഞാൻ കോളേജിലാണ് കണ്ണു തുറന്നത്. ഞാൻ എങ്ങനെ കോളേജിലെത്തിയെന്ന് എനിക്കറിയില്ല. നായകനും ആ കാര്യം അറിയില്ല. തീർച്ചയായിട്ടും അവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന് അവൻ പറയുന്നു. ആ സ്ഥലം പൊളിക്കണ്ട എന്ന് മറ്റുള്ളവർ പറഞ്ഞല്ലോ, എങ്കിലും അവിടെ പ്രേതമില്ലെന്ന് നമുക്ക് തെളിയിക്കണം എന്ന് ആ 2 പയ്യന്മാരും ചിന്തിക്കുന്നു. ആ 2 പയ്യന്മാർ മാത്രം കാട്ടിലേക്ക് പോകാമെന്ന് കരുതി മതിൽ ചാടി ആ സ്ഥലത്തേക്ക് വരുന്നു. ഇവിടെ ഒന്നുമില്ല എന്ന് സംസാരിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. എന്നാൽ കിണറ്റിൽ വ്യത്യസ്തമായി എന്തോ സംഭവിക്കുന്നു. ഇത് കണ്ട ഉടനെ ഈ കുട്ടികൾ ശരിക്കും ഞെട്ടുകയാണ്. ഇവിടെ എന്തോ കുഴപ്പമുള്ളതുപോലെ തോന്നുന്നുണ്ട്, നമുക്ക് ഓടാമെന്ന് പറഞ്ഞ് അവർ ഓടാൻ തുടങ്ങുന്നു. നമ്മുടെ നായകൻ എപ്പോഴും ആ മന്ദാകിനിയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. മന്ദാകിനിയുടെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ കണ്ടുപിടിക്കാൻ അവൻ ശ്രമിക്കുന്നു. അവരുടെ ഫോട്ടോകളൊക്കെ നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. അനിയനും ഇതൊന്നും അത്ര വിശ്വസിക്കാത്തതുപോലെയാണ് സംസാരിക്കുന്നത്. എന്നാൽ ദീപക് ഇതൊക്കെ സത്യമാണെന്ന് അനിയനോട് പറയുന്നു. സത്യത്തിൽ ദീപകിന് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു കാമുകിയുണ്ടായിരുന്നു. വിദേശത്തേക്ക് എൻ്റെ കൂടെ പോരാമോ എന്ന് അവൾ അവനെ വിളിച്ചിരുന്നു. എന്നാൽ ചേട്ടൻ ഈ രഹസ്യം കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് അവന് പിന്തുണയെ നമ്മളും ഉണ്ടാവണമെന്ന് കരുതി ദീപക് ഇവിടെ തന്നെ നിന്നതാണ് എന്ന് പറയുന്നു. അനിയൻ എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടല്ലോ. ഓഹോ, ആ പെൺകുട്ടി കാണാൻ എങ്ങനെയുണ്ടാവും എന്നൊക്കെ ചോദിച്ച് ചേട്ടനും സുഹൃത്തും അവനെ കളിയാക്കുന്നുണ്ട്. സത്യത്തിൽ സെക്യൂരിറ്റിക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിരുന്നല്ലോ. അതായത് സ്വന്തം മകളെ പോലെ ഒരു ഫീലിംഗ് വന്നിരുന്നല്ലോ. അതുകൊണ്ട് ആ പെൺകുട്ടി ആരാണെന്ന് അദ്ദേഹം അന്വേഷിക്കുന്നു. അത് നമ്മുടെ ടീച്ചറുടെ മകളാണെന്ന് ഒരു സാർ അദ്ദേഹത്തോട് പറയുന്നു. ഇപ്പോൾ പ്രതിഷേധം അല്പം ശക്തമാവുന്നു. അതായത് ആ ഗേറ്റ് തുറക്കണമെന്ന് ആവശ്യപ്പെട്ട് കുട്ടികൾ വലിയ രീതിയിൽ സമരം ചെയ്യുന്നുണ്ട്. ആ ഗേറ്റ് കടന്നു പോയാൽ എന്ത് സംഭവിക്കുമെന്ന് ഗായത്രി അനിയനായ അരുണിനോട് ചോദിക്കുന്നു. അതെന്റെ ചേട്ടൻ പറഞ്ഞിട്ടാണ് എനിക്ക് അറിയാവുന്നത് എന്ന് പറഞ്ഞ് അവനൊരു കാര്യം പറയാൻ തുടങ്ങുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതൊരു കലിംഗ സാമ്രാജ്യം പോലെയായിരുന്നു. ഈ സാമ്രാജ്യം പിടിച്ചെടുക്കാൻ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്. വലിയ സൈന്യവുമായി അവരിവിടേക്ക് വന്നിട്ടുണ്ട്. ഈ സാമ്രാജ്യത്തെ സംബന്ധിച്ച് സ്ത്രീകളാണ് അവിടെ ഭരണം നടത്തിയിരുന്നത്. മന്ദാകിനി എന്നൊരുവൾ അവിടെ ഉണ്ടായിരുന്നു. അവൾക്ക് എന്തോ മന്ത്രശക്തി ഉണ്ടായിരുന്നു. അവൾക്ക് സൈന്യാധിപന്മാരായി 2 പേരുണ്ടായിരുന്നു. അവരെ വെച്ചുകൊണ്ട് തന്നെ വരുന്നവരെല്ലാം മന്ദാകിനി തോൽപ്പിക്കുന്നു. മന്ദാകിനിക്ക് എന്തോ മന്ത്രശക്തി ഉണ്ടല്ലോ, അതെന്താണെന്ന് അറിയില്ല. അത് വെച്ചിട്ടാണ് അവൾ തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ മന്ദാകിനിയെ നിയന്ത്രിച്ച് ആ കിണറ്റിൽ അടച്ചിടുന്നു. അതുകൊണ്ട് കിണറ്റിൽ ചാടുന്നവരെയെല്ലാം മന്ദാകിനി നിയന്ത്രിച്ചാണ് ചാടിക്കുന്നത് എന്നൊരു വിശ്വാസമുണ്ട്. എന്നാൽ എനിക്കതിൽ ഒട്ടും വിശ്വാസമില്ലെന്ന് അനിയൻ അവളോട് പറയുന്നു. അനിയൻ ഇടയ്ക്കിടെ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്ന കാര്യം പറയാറുണ്ടല്ലോ. ആരാടാ പെൺകുട്ടി, എന്നെ കാണിക്കേ എന്ന് ചേട്ടൻ അവനോട് ചോദിക്കുന്നു. ആ പെൺകുട്ടി എപ്പോഴും കണ്ണട വെച്ച ഒരു സാധാരണ ലുക്കിലാണ് നടക്കാറുള്ളത്. എന്നാൽ ഇന്ന് അവൾ കണ്ണടയൊന്നും ഇല്ലാതെ നന്നായി മേക്കപ്പ് ഒക്കെ ചെയ്താണ് വന്നിരിക്കുന്നത്. ഇത് കണ്ട ഉടനെ അനിയൻ അവളെ വല്ലാതെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. അവൻ സുഹൃത്തിനെ പോലെയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അവൻ അവളോട് ശരിക്കും പ്രണയം തുടങ്ങുകയാണ്. ഇപ്പോൾ ആ ഗായത്രി എന്ന പെൺകുട്ടിയുടെ നമ്പർ വാങ്ങി അവൻ എപ്പോഴും ചാറ്റ് ചെയ്യുന്നുണ്ട്, ഫോണിലും സംസാരിക്കുന്നുണ്ട്. അനിയൻ ഇങ്ങനെ സന്തോഷമായിരിക്കുന്നത് കണ്ട് ചേട്ടനും വളരെ സന്തോഷിക്കുന്നു. ചേട്ടന്റെ സുഹൃത്തും ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ട്. അവർ 2 പേരും പ്രണയത്തിലായതുപോലെ ഇടയ്ക്കിടെ ഒരുമിച്ച് പുറത്തൊക്കെ കറങ്ങാൻ പോകുന്നുണ്ട്.
ഈ പെൺകുട്ടി എപ്പോഴും വേഗം വീട്ടിലെത്താറുണ്ട്. ഇന്ന് അവൾ വൈകിയാണല്ലോ വന്നത്, അതുകൊണ്ട് അവളുടെ അമ്മയ്ക്ക് ടെൻഷൻ ആവുന്നു. നിന്റെ പോക്കൊട്ടും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ അമ്മ മകളെ വഴക്ക് പറയുന്നു. നിന്നെ നല്ല അച്ചടക്കമുള്ള കുട്ടിയായി വളർത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ലംഘിക്കാൻ ശ്രമിച്ചാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് അവർ അവളെ ചീത്ത വിളിച്ചിട്ട് പോകുന്നു. സത്യത്തിൽ കുട്ടികൾ 6 മാസമായി സമരം ചെയ്യുന്നുണ്ട്. വെറുതെ അതൊന്നും തുറന്നു കൊടുത്താൽ എന്താണെന്ന് ചില സാറുമാർ ചോദിക്കുന്നുണ്ട്. എന്നാൽ ചില ലേഡി ടീച്ചർമാർ പറയുന്നത് ഇതിനു മുമ്പ് ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് എന്നത് കുട്ടികൾക്ക് അറിയില്ല. നമുക്കറിയാലോ, പിന്നെ നമ്മൾ എന്തിനാണ് അത് തുറക്കുന്നത്, വേണ്ട എന്നാണ്. എന്നാൽ HOD പറയുന്നത് ഇതിനു മേലെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അത് തുറന്നേ തീരൂ എന്നാണ്. ആ സ്ഥലം തുറക്കാൻ പോകുന്ന വിവരം നമ്മുടെ നായകന് ലഭിക്കുന്നു. ഇത് കേട്ട് നായകൻ വല്ലാതെ ഞെട്ടിപ്പോവാണ്. കാരണം എന്താന്ന് വെച്ചാൽ അന്ന് റെഡ് മൂൺ ഡേ ആണ്. റെഡ് മൂൺ വരുമ്പോൾ ആ പ്രേതത്തിന്റെ ശക്തി കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ട് അപായം നടക്കാൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് തന്നെ അവരിത് തുറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ, എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് അദ്ദേഹം ഒരു പൂജയ്ക്കുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അരുൺ ഗായത്രിക്ക് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. ഗായത്രി ആ മെസ്സേജ് കാണുന്നുണ്ടെങ്കിലും റിപ്ലൈ ചെയ്യുന്നില്ല. കാരണം അവൾ അമ്മയുടെ കയ്യിൽ നിന്ന് വഴക്ക് കേട്ടല്ലോ, അതുകൊണ്ട് ഇനി സംസാരിക്കണ്ട എന്ന് അവൾ വിചാരിക്കുന്നു. ഇവൾ എന്തുകൊണ്ടാണ് റിപ്ലൈ ചെയ്യാത്തതെന്ന് കരുതി അവൻ വിഷമിക്കുന്നുണ്ട്. ഈ സമയത്ത് ഗായത്രിയുടെ സുഹൃത്ത് മീനയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നു. ഇന്ന് അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് അച്ഛൻ അവളോട് പറയുന്നു. അയ്യോ, അപ്പം നമ്മുടെ പ്ലാൻ നടക്കില്ലേ എന്ന് കരുതി അവർക്ക് ചെറിയൊരു ഷോക്കാവുന്നു. എന്ത് പ്ലാനുമായാണ് അവർ വന്നതെന്ന് വ്യക്തമായി അറിയില്ല. അങ്ങനെ അവർ പരിഭ്രാന്തിയിലിരിക്കുമ്പോൾ അടുത്തുള്ള ഗായത്രി റെസ്റ്റ് റൂമിലേക്ക് പോകുന്നു. അപ്പോൾ പരിഭ്രാന്തിയിലുള്ള മീന എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഗായത്രിയുടെ പേഴ്സണുള്ളിൽ എന്തോ ഒരു സാധനം ഒളിപ്പിച്ചു വെക്കുന്നു. അവൾ എന്താണ് ഒളിപ്പിച്ചു വെക്കുന്നതെന്ന് അറിയില്ല. നാളെ ആ സ്ഥലം തുറക്കാമെന്നാണ് കോളേജ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. എന്തിനാ നാളെ, ഇന്ന് രാത്രി തന്നെ തുറക്കാമെന്ന് പറഞ്ഞ് അവിടെയുള്ള ചിലർ ആ സ്ഥലം തുറക്കുന്നു. ഇത് തുറന്ന ഉടനെ തന്നെ അവിടെയുള്ള പ്രേതം കണ്ണു തുറന്ന് നോക്കുന്ന പോലെയൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. സത്യത്തിൽ റെഡ് മൂൺ വരുമ്പോൾ ആ പ്രേതം കൂടുതൽ ഉഗ്രരൂപിണിയാകുമെന്ന് നായകൻ ഊഹിച്ചിരുന്നല്ലോ. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ആരും ആ ഭാഗത്തേക്ക് പോകാൻ പാടില്ല, നമ്മൾ എല്ലാവരെയും നിയന്ത്രിക്കണം, കഴിയുന്നത്ര ആരും അങ്ങോട്ടേക്ക് പോകാത്ത വിധത്തിൽ നോക്കണമെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. ഇപ്പോൾ ആ മീന ഗായത്രിയെ വിളിച്ച് സംസാരിക്കുന്നു. ഞാനൊരു തെറ്റ് ചെയ്തു പോയി. കാമുകന്റെ കൂടെ ചെലവഴിക്കാൻ വേണ്ടി ഞാനൊരു കോണ്ടം എടുത്തിരുന്നു. അച്ഛൻ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതുകൊണ്ട് ഞാനത് നിന്റെ ബാഗിൽ വെച്ചു, അതായത് നിന്റെ പേഴ്സിൽ വെച്ചു എന്ന് അവൾ പറയുന്നു. അമ്മ അറിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് കരുതി ഗായത്രിക്ക് ഭയം വരുന്നു. ഗായത്രി തന്റെ പേഴ്സ് എവിടെയാണെന്ന് തിരഞ്ഞു നോക്കുമ്പോൾ അവർ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അത് നഷ്ടപ്പെട്ടിരുന്നു. ഇപ്പോൾ കോളേജിലാണ് ആ പേഴ്സ് വീണ് കിടക്കുന്നത്. താനത് എടുത്തില്ലെങ്കിൽ ആരെങ്കിലും കണ്ട് അമ്മയോട് പറഞ്ഞാൽ എന്തു ചെയ്യും എന്നോർത്ത് അവൾക്ക് പേടിയാവുന്നു. രാത്രിയായാലും കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലും കോളേജിൽ പോയി അത് എടുക്കാൻ പോവുകയാണെന്ന് അവൾ മീനയോട് പറയുന്നു. അമ്മ ഉറങ്ങിയ ശേഷം അമ്മയുടെ ബൈക്കും എടുത്ത് പോകാമെന്നൊക്കെ അവൾ പ്ലാൻ ചെയ്യുമ്പോൾ ആരോ കോളിംഗ് ബെൽ അടിക്കുന്നു. ആരാണെന്ന് നോക്കാൻ അമ്മ കതക് തുറക്കുന്നു. അവർക്കറിയാവുന്ന ഒരു പയ്യനാണ് കതകിൽ മുട്ടിയത്. ആന്റി, ബൈക്ക് വേണമെന്ന് അവൻ ചോദിക്കുകയാണ്. അവരവന് താക്കോല് കൊടുത്ത് പറഞ്ഞു വിടുന്നു. ഇതെല്ലാം ഈ പെൺകുട്ടി കാണുന്നുണ്ടായിരുന്നു. അയ്യോ, ഇനി ബൈക്കിലും പോകാൻ കഴിയില്ലല്ലോ, അതെങ്ങനെ എടുക്കും എന്നോർത്ത് അവൾ വല്ലാതെ ഭയപ്പെടുന്നു. ഇപ്പോൾ സെക്യൂരിറ്റിക്ക് വ്യത്യസ്തമായ ഒരു ശബ്ദം കേൾക്കുന്നു. അതെന്ത് ശബ്ദമാണെന്ന് നോക്കാൻ അദ്ദേഹം കാട്ടിലേക്ക് നടക്കാൻ തുടങ്ങുന്നു. കാട്ടിലെ ആ കിണറ്റിനടുത്തുള്ള പ്രേതം ഉണ്ടല്ലോ, ആ പ്രേതം ഇദ്ദേഹത്തെയും നിയന്ത്രിക്കാമെന്ന് കരുതി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അതൊന്നും മനസ്സിലാവുന്നില്ല. മുന്നിൽ തന്നെ പ്രേതമുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് അതൊന്നും അറിയില്ല. ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ച പ്രേതം അത് വേണ്ടെന്ന് വെച്ച് അദ്ദേഹത്തെ വിടുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ വിട്ടതെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നില്ല. അദ്ദേഹവും അവിടെ നിന്ന് മടങ്ങുന്നു. ഇപ്പോൾ അരുൺ തന്റെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ട് മദ്യപിക്കുകയാണ്. ആ പെൺകുട്ടി എന്നെ ഒഴിവാക്കിയെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ സങ്കടപ്പെടുകയാണ്. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ കോൾ വരുന്നു. എന്നെ പിക്ക് ചെയ്യാൻ എൻ്റെ വീട്ടിലേക്ക് വരാമോ, എനിക്കൊരു ആവശ്യമുണ്ടെന്ന് അവൾ പറയുന്നു. ശരി, ഓക്കെ എന്ന് അരുണും സമ്മതിക്കുന്നു. അവൻ ഇക്കാര്യം സുഹൃത്തിനോട് പറയുന്നു. എടാ മണ്ട, നിനക്ക് ഇനിയും മനസ്സിലായില്ലേ, അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, പ്രപ്പോസ് ചെയ്യാനായിരിക്കും വിളിക്കുന്നത്, നീ വെറുതെ പോകണ്ട, സൂപ്പറായി റെഡി ആയിട്ട് പോ എന്ന് സുഹൃത്ത് പറയുന്നു. ശരി എന്ന് പറഞ്ഞ അരുണും സന്തോഷത്തോടെ സമ്മതിക്കുന്നു. സത്യത്തിൽ ഇത് അവന്റെ സുഹൃത്തല്ല, ചേട്ടന്റെ സുഹൃത്തിനോടാണ് അവൻ സംസാരിക്കുന്നത്. ഈ ഗായത്രി അവൻ എന്തിനാണ് വിളിച്ചതെന്ന് വെച്ചാൽ അവളുടെ കയ്യിൽ ബൈക്ക് ഇല്ലാത്തതുകൊണ്ട് അവന്റെ ബൈക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് വിളിച്ചത്. അവൻ വന്ന ഉടനെ നമുക്ക് പെട്ടെന്ന് കോളേജിൽ പോവാന്ന് പറഞ്ഞ് അവൾ അവനെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. കോളേജിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് സുഖമില്ല. അദ്ദേഹത്തിന്റെ 2 സുഹൃത്തുക്കൾ കാണാൻ വരുമ്പോൾ ഒരു സുഹൃത്തിന്റെ കൂടെ ചെന്ന് അമ്മയെ കണ്ടിട്ട് വരാമെന്ന് അദ്ദേഹം വിചാരിക്കുന്നു. അതുകൊണ്ട് മറ്റേ സുഹൃത്തിനോട് ഈ സ്ഥലം നോക്കിക്കൊള്ളാൻ പറയുന്നു. തനിക്ക് പേടിയാണെന്ന് അവൻ പറയുന്നുണ്ട്. പ്രേതവും പിശാചവും ഒന്നും ഇല്ലടാ, നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്നു. ഇപ്പോൾ നമ്മുടെ നായകൻ തന്റെ ചില സുഹൃത്തുക്കളെ വിളിച്ചു. ഇന്ന് രാത്രി ആരും ആ ഭാഗത്തേക്ക് പോകാതിരിക്കാൻ നീ വേണം നോക്കാൻ എന്ന് പറയുന്നു. കുട്ടികൾ ആവേശത്തിൽ അങ്ങോട്ടേക്ക് പോകാൻ സാധ്യതയുണ്ട്, നീ ആരും പോകാതെ നോക്കണം, ആ സ്ഥലത്തേക്ക് പുറപ്പെട് എന്ന് പറയുന്നു. ഞാൻ ഇറങ്ങി എന്നൊക്കെ ആ സുഹൃത്ത് പറയുന്നുണ്ട്. ഈ സുഹൃത്ത് നായകനോട് പോവാണെന്ന് കള്ളം പറഞ്ഞതാണ്. എന്നാൽ സത്യത്തിൽ അവൻ സുഹൃത്തുക്കളോടൊപ്പം ഇരുന്ന് മദ്യപിക്കുകയാണ്. 10 വർഷം മുമ്പ് 4 പെൺകുട്ടികളെ കാണിച്ചിരുന്നില്ലേ, ആ 4 പെൺകുട്ടികളും ഇന്ന് രാത്രി ആ കോളേജിൽ പോയി ആ സ്ഥലം കണ്ടാൽ എന്താ എന്ന് ചിന്തിക്കുകയാണ്. കാരണം അന്ന് ന്യൂ ഇയർ രാത്രിയായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് ആ 4 പെൺകുട്ടികളും പുറപ്പെടുന്നു. കോളേജിലെ 2 സാറുമാരും ഇപ്പോൾ രഹസ്യമായി കോളേജിനുള്ളിൽ വന്നിട്ടുണ്ട്. ആരും വരില്ലല്ലോ, ഇവിടെ ഇരുന്ന് സമാധാനം മദ്യപിക്കാമെന്ന് കരുതിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ഇവർക്കും ഈ പ്രേതത്തിലും പിശാചിലും ഒന്നും വലിയ വിശ്വാസമില്ല.
നമ്മുടെ നായകൻ എന്തിനാണ് ഈ രഹസ്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് എന്ന് നിങ്ങൾക്കൊരു ചോദ്യം വരാമല്ലോ. സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ആ കിണറ്റിനടുത്ത് പോയവർ തീർച്ചയായിട്ടും മരിച്ചു പോകും. ഒരു 10-15 കുട്ടികൾ മരിച്ചിരുന്നു. എന്തോ ഒന്ന് അവരെ വശീകരിച്ച് കൊല്ലുകയാണ്. എന്നാൽ നായകനെ വശീകരിച്ച് ആ കിണറ്റിനടുത്തേക്ക് പ്രേതം വരുത്തിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം മാത്രം രക്ഷപ്പെട്ടിരുന്നു. അതേസമയം നായകന്റെ സുഹൃത്തും അല്പം വശീകരിക്കപ്പെട്ടതുപോലെ നടന്നുപോയിരുന്നു. എന്നാൽ പെട്ടെന്ന് നോക്കുമ്പോൾ അവൻ കോളേജിലാണ് കണ്ണു തുറന്നത്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും രക്ഷപ്പെട്ടു. അതിൽ തന്നെ നായകൻ കിണറ്റിനടുത്ത് പോയിട്ടാണ് രക്ഷപ്പെട്ടത്. എന്തുകൊണ്ടാണ് ആ പ്രേതം എന്നെ വിട്ടത്, ഇതിനു പിന്നിൽ എന്താണുള്ളതെന്ന് അറിയണമെന്ന് കരുതിയാണ് അദ്ദേഹം ഇത് കണ്ടുപിടിക്കാൻ ഇത്രത്തോളം ശ്രമിക്കുന്നത്. സെക്യൂരിറ്റി ഒരു പയ്യനെ അവിടെ നിർത്തിയിട്ട് പോയല്ലോ. ഇപ്പോൾ കോളേജിൽ നിന്ന് ശബ്ദം കേട്ട ഉടനെ ഈ പയ്യൻ വല്ലാതെ ഭയപ്പെടുന്നു. എന്നാൽ പ്രേതമൊന്നും അല്ല ശബ്ദം ഉണ്ടാക്കിയത്. ആ 4 സ്ത്രീകൾ രഹസ്യമായി കോളേജിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. സാറുമാരും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ പെൺകുട്ടികൾ എന്തിനാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നതെന്ന് സാറുമാര് തമ്മിൽ സംസാരിക്കുന്നു. അതേസമയം അനിയനും ഗായത്രിയും ഒരുമിച്ച് ഈ സ്ഥലത്തേക്ക് വരുന്നു. അവരും രഹസ്യമായി ഉള്ളിലേക്ക് കടക്കുന്നു. എല്ലാവരും ചെറിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതൊക്കെ ഈ പയ്യനിൽ ഭയം നിറയ്ക്കുന്നുണ്ട്. അയ്യോ, പ്രേതം ഉണ്ടെന്ന് തോന്നുന്നു എന്നവൻ ചിന്തിക്കുകയാണ്. എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നു എന്നവൻ സെക്യൂരിറ്റിയെ വിളിച്ചു പറയുന്നു. അതൊന്നുമില്ല, നീ മിണ്ടാതെ കിടന്നുറങ്ങി റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞ് സെക്യൂരിറ്റി വീണ്ടും യാത്ര തുടരുന്നു. ഇപ്പോൾ നായകൻ അനിയൻ എവിടെയെന്ന് ചോദിക്കുന്നു. അനിയനെ സംബന്ധിച്ച് അവൻ ബന്ധുവിന്റെ വീട്ടിൽ പോയിരിക്കുകയാണെന്നാണ് ആ സുഹൃത്ത് പറഞ്ഞത്. കാരണം അവൻ ആ ബന്ധുവിന്റെ വീട്ടിലായിരുന്നല്ലോ മദ്യപിച്ചിരുന്നത്. അവൻ അവിടെ നിന്ന് പോയെന്ന കാര്യം ചേട്ടനിപ്പോൾ അറിയില്ല. സത്യത്തിൽ ഗായത്രി എന്തിനാണ് തന്നെ കൂട്ടിക്കൊണ്ടുവന്നതെന്ന് അനിയൻ അറിയില്ല. ഗായത്രി അത് പറയുന്നുമില്ല. ഇപ്പോൾ നായകൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, കുട്ടികൾ അങ്ങോട്ടേക്ക് പോകാതിരിക്കാൻ നോക്കാൻ ഒരുത്തനോട് പറഞ്ഞിരുന്നല്ലോ, നീ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ആരും പോയില്ലല്ലോ എന്ന് അവനോട് ചോദിക്കുകയാണ്. ആരും പോയിട്ടില്ല, ഞാൻ വളരെ ശ്രദ്ധയോടെ നോക്കുന്നുണ്ട് എന്നവൻ കള്ളം പറയുന്നു. അവൻ തന്റെ സുഹൃത്തുക്കളോടൊപ്പം ഇപ്പോഴും മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ 2 സാറുമാരെ നമ്മളെ കാണിക്കുന്നുണ്ട്. ആരും വരില്ലെന്ന് കരുതി ഇവിടെ സമാധാനമായും മദ്യപിക്കാമെന്ന് വെച്ചാൽ ഈ പെൺകുട്ടികൾ വന്നല്ലോ, നമുക്ക് സൈലന്റ് ആയിട്ട് ഇവിടെ നിന്ന് പോകാമെന്ന് അവർ ചിന്തിക്കുന്നു. ഈ പെൺകുട്ടികൾ അവർ പഠിച്ച ക്ലാസ് റൂമിലേക്ക് വരുന്നു. ഗായത്രി ഒരു റൂമിലുണ്ടല്ലോ, ആ റൂം തന്നെയാണ് ഇവരുടെ റൂം. അവിടെ ഇരുന്ന് അവർ പഴയ ഓർമ്മകളെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. ഈ പെൺകുട്ടികൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ പുറത്തു നിൽക്കുന്ന ആ വ്യക്തിക്ക് കേൾക്കാം. അയ്യോ, എന്തോ പ്രേതം തന്നെയാണ് ഇവിടെ ഉള്ളതെന്ന് കരുതി അവൻ വല്ലാതെ ഭയപ്പെടുന്നു. ചേട്ടാ, ഇതിനു മേലെ എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല, പേടിച്ച് ഞാൻ ചത്തുപോകുന്നു തോന്നുന്നുണ്ട്, നിങ്ങൾ ദയവായി വേഗം ഇങ്ങോട്ടേക്ക് വാ എന്നൊക്കെ അവൻ പറയുന്നു. അദ്ദേഹം അമ്മയെ കാണാമെന്ന് വിചാരിച്ചല്ലോ, ഇനി അത് നടക്കില്ല. അവൻ ഒരുപാട് പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് തിരികെ ആ സ്ഥലത്തേക്ക് തന്നെ പോവാമെന്ന് അദ്ദേഹം വിചാരിക്കുന്നു. ഇപ്പോൾ വണ്ടി തിരിച്ച് അദ്ദേഹം ഇവിടേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. നായകന്റെ അനിയൻ അരുൺ മുണ്ടെടുത്തിട്ടാണ് വന്നതെന്ന് കണ്ടില്ലേ. ഇപ്പോൾ ബെൽറ്റ് ലൂസായി മുണ്ട് താഴെ വീഴുന്നു. അയ്യോ, എനിക്കിത് ഉടുക്കാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ സങ്കടപ്പെടുകയാണ്. ഞാൻ ഉടുപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് ഗായത്രി അവന് മുണ്ട് ഉടുപ്പിച്ചു കൊടുക്കുന്നു. ഇവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നു എന്ന് കരുതി അവൻ വളരെ സന്തോഷിക്കുകയാണ്. ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന ആ 4 സ്ത്രീകൾ പോവാൻ നേരം അവിടെ ഒരു പേഴ്സ് കിടക്കുന്നത് കാണുന്നു. ഇത് ആരുടെ പേഴ്സാണെന്ന് നോക്കുമ്പോൾ അത് ഗായത്രി എന്ന പെൺകുട്ടിയുടേതാണെന്ന് മനസ്സിലാവുന്നു. തിരികെ പോകുമ്പോൾ വാച്ച്മാനെ ഏൽപ്പിച്ചിട്ട് പോവാമെന്ന് അവർ വിചാരിക്കുന്നു. ഇപ്പോൾ ഗായത്രിയുടെ അമ്മയെ നമ്മളെ കാണിക്കുന്നു. ഗായത്രി റൂമിലില്ല എന്ന് അവർക്ക് മനസ്സിലാവുന്നു. ഗായത്രി എന്ത് കാര്യവും മീനയോട് പങ്കുവെക്കാറുണ്ടല്ലോ. ആ മീനയോട് ചോദിക്കാമെന്ന് കരുതി അവർ മീനയെ വിളിച്ച് ചോദിക്കുന്നു. അയ്യോ, എനിക്കറിയില്ല ആൻറ്റി എന്ന് മീന പറയുന്നു. മര്യാദയ്ക്ക് പറയാൻ പറഞ്ഞ് അവർ ദേഷ്യപ്പെടുമ്പോൾ അവൾ കോളേജിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിരുന്നതായി മീന സമ്മതിക്കുന്നു. ഈ ഗായത്രി എന്തിനാണ് വന്നതെന്ന് അവളോട് പറയുന്നില്ലല്ലോ. ഗായത്രി, നിനക്ക് എന്താണ് വേണ്ടത്, നീ എന്തിനാണ് വന്നത് എന്നോട് പറ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. ഗായത്രിക്ക് ആ കാര്യം എങ്ങനെ പറയണമെന്നറിയില്ല. കാരണം അതെടുക്കാനാണ് വന്നതെന്ന് പറഞ്ഞാൽ അവൻ അവളെ തെറ്റായി വിലയിരുത്താൻ സാധ്യതയുണ്ടല്ലോ. അതായത് അവൾ കോണ്ടം ഉപയോഗിക്കുന്നുണ്ടെന്ന് കരുതി ജഡ്ജ് ചെയ്യാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ടാണ് അവൾ ഒഴിഞ്ഞു മാറുന്നത്. അപ്പോഴാണ് ആ 4 സ്ത്രീകൾ സംസാരിക്കുന്ന ശബ്ദം ഇവർ രണ്ടുപേരും കേൾക്കുന്നത്. ആ 4 പേരും ഇപ്പോൾ കോണിപ്പടിയിലിരുന്ന് സംസാരിക്കുകയാണ്. അവരുടെ കയ്യിലാണ് പേഴ്സ് ഉള്ളതെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ഇപ്പോൾ രഹസ്യമായി ആ പേഴ്സ് എടുക്കാൻ ഈ പെൺകുട്ടി ശ്രമിക്കുകയാണ്. എന്നാൽ ആ 4 പേരും അത് ശ്രദ്ധിക്കുന്നു. എന്താ മോളെ, നിന്റെ പേഴ്സാണോ എന്നൊക്കെ ചോദിച്ച് അവരവളോട് സംസാരിക്കാൻ തുടങ്ങുന്നു. അതെന്തിനാ രഹസ്യമായിട്ട് എടുക്കാൻ ശ്രമിച്ചത്, എന്താ കാര്യമെന്ന് ചോദിച്ച് അവർ ആ പേഴ്സ് പരിശോധിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് അതിൽ കോണ്ടം ഇരിക്കുന്നത് കാണുന്നത്. ഓഹോ, കോണ്ടം ഒക്കെ ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിച്ച് അവർ 4 പേരും അവളെ കളിയാക്കുന്നു. ഇപ്പോഴാണ് ഈ കാര്യം അരുണിനും മനസ്സിലാവുന്നത്. അരുൺ വല്ലാതെ ഞെട്ടിപ്പോകുന്നു. സത്യത്തിൽ കോണ്ടം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവൾക്ക് മറ്റു പയ്യന്മാരുമായി ബന്ധമുണ്ടെന്ന് അവൻ തെറ്റിദ്ധരിക്കുന്നു. ഒരുമാതിരി ദേഷ്യത്തോടെ അവൻ അവളെ നോക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല എന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. ശരി ശരി, ഈ പേഴ്സ് വെച്ചോ എന്ന് പറഞ്ഞ് അവരും പേഴ്സ് അവൾക്ക് നൽകുന്നു. അതേ കോളേജിൽ സമരം ചെയ്ത കുട്ടികൾ പ്രേതത്തെ കണ്ട ശേഷം ഭയക്കാൻ തുടങ്ങിയല്ലോ. അവർ രണ്ടുപേരും ഇപ്പോൾ നായകനെ കാണാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഞങ്ങൾ തന്നെ ആ സ്ഥലത്ത് വെച്ച് എന്തോ ഒരു രൂപത്തെ കണ്ടുവെന്ന് അവർ പറയുന്നു. അവിടെ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് കുറച്ച് വിശദമായി പറയാമോ എന്ന് ചോദിക്കുമ്പോൾ നായകൻ ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. അതെന്താണെന്ന് വെച്ചാൽ ആ പ്രദേശം പിടിച്ചെടുക്കാൻ ഒരുപാട് പേര് വരും. എന്നാൽ അവിടെയുള്ള മന്ദാകിനി എന്നൊരാൾ ചില സൂപ്പർ പവറുകളൊക്കെ ഉപയോഗിച്ച് അവരെ എല്ലാവരെയും കൊലപ്പെടുത്തും. അവൾക്ക് എന്തോ ഒരു സൂപ്പർ പവർ ഉണ്ട്. അതെന്താണെന്ന് ഇപ്പോഴും വ്യക്തമായി നമ്മളെ കാണിച്ചിട്ടില്ല. അവൾ തുടർച്ചയായി ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് പേര് മന്ത്രവാദവും മന്ത്രവും ഒക്കെ ഉപയോഗിച്ച് അവളെ പൂട്ടി ആ കിണറ്റിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ദേഷ്യത്തിലിരിക്കുന്ന അവൾ എല്ലാവരെയും ആ കിണറ്റടുത്തേക്ക് വരുത്തി കൊന്നുകൊണ്ടിരിക്കുകയാണ്.
ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ബ്ലൂ മൂൺ വരുമ്പോൾ അവളുടെ ശക്തി വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഈ ദിവസം ആരും അങ്ങോട്ടേക്ക് പോകരുതെന്ന് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾ അവിടെ ആളനക്കം കണ്ടിരുന്നുവെന്ന് ഇവർ രണ്ടുപേരും പറയുന്നു. കാരണം കോളേജിനുള്ളിലേക്ക് ഇപ്പോൾ ഒരുപാട് പേര് പോകുന്നുണ്ടല്ലോ, അത് ഈ കുട്ടികൾ ശ്രദ്ധിച്ചിരുന്നു. അതിനെക്കുറിച്ചൊക്കെ അവർ പറയാണ്. എന്താണ് പറയുന്നത്, അവിടെ ആളനക്കം ശ്രദ്ധിച്ചെന്നോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഞെട്ടിപ്പോവാണ്. കാരണം അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറഞ്ഞത് ആരും അങ്ങോട്ടേക്ക് പോയിട്ടില്ല എന്നാണല്ലോ. അതുകൊണ്ട് നായകൻ ഇവിടെ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. ഉറപ്പാണോ പറയുന്നതെന്ന് ആ പയ്യന്മാരോട് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സ്ഥലത്ത് ഒരുപാട് പേരുടെ ആളനക്കം ഉണ്ടായിരുന്നു, ഞങ്ങൾ കണ്ടതാണെന്ന് ആ പയ്യന്മാർ പറയുന്നു. അതിനാൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആ മദ്യപാനിയായ സുഹൃത്തിനെ വിളിച്ചിട്ട് നീ അവിടെ തന്നെയാണുള്ളത് എന്ന് ചോദിക്കുന്നു. ചേട്ടാ അവിടെ തന്നെയാണുള്ളതെന്ന് മദ്യലഹരിയിൽ അവൻ പറയുന്നു. എടാ പാബി നീ പോയില്ലേ എന്ന് ചോദിച്ചാൽ അവനെ വല്ലാതെ ചീത്ത വിളിക്കുന്നു. ആരൊക്കെയാണ് അങ്ങോട്ടേക്ക് പോയിട്ടുള്ളതെന്ന് അറിയില്ലല്ലോ, അവർക്ക് വലിയ പ്രശ്നം വരാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. ഇപ്പോൾ സെക്യൂരിറ്റി തിരികെ ആ സ്ഥലത്തേക്ക് വരുന്നു. എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്, പ്രേതവും പിശാചവും ഒന്നുമില്ല എന്ന് അദ്ദേഹം ആ പയ്യനോട് പറയുന്നു. അപ്പോഴും ഉള്ളിൽ നിന്ന് ശബ്ദം കേൾക്കാം. ഉള്ളിൽ ആരോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, പോയി നോക്കാമെന്ന് സെക്യൂരിറ്റിയും പറയുന്നു. സത്യത്തിൽ ആ കോണ്ടം കണ്ടതിൽ പിന്നെ ഈ പയ്യൻ അല്പം അപ്സെറ്റാണ്. നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, മറ്റൊരു കാര്യമാണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് അവൾ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ രണ്ട് കുട്ടികളും സംസാരിക്കുന്ന ശബ്ദമാണ് സെക്യൂരിറ്റി കേൾക്കുന്നത്. ഇപ്പോൾ സെക്യൂരിറ്റി ടോർച്ചും പിടിച്ച് ഇവിടേക്ക് വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഈ രണ്ട് കുട്ടികളും രക്ഷപ്പെടാമെന്ന് കരുതി ഓടുകയാണ്. കാട് മാത്രമേ ഉള്ളൂ, ആ വഴിയിലൂടെയെങ്കിലും ഓടാമെന്ന് വെച്ച് അവർ ഓടുകയാണ്. ഇതേസമയം ആ 4 സ്ത്രീകൾ 10 വർഷം മുമ്പ് ചെയ്യാൻ കഴിയാത്തത് ഇപ്പോൾ ചെയ്യാമെന്ന് ചിന്തിക്കുന്നു. അവർ തന്നെ കാട്ടിലേക്ക് പോവാണ്. ഒരുപാട് പേരിപ്പോൾ കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം സമയവും കഴിയാറായി. ആ സമയം തീരുന്നത് വരെ ആരും അങ്ങോട്ടേക്ക് പോകരുതെന്നാണല്ലോ നായകൻ വിചാരിച്ചിരുന്നത്. നായകൻ ഇപ്പോൾ മറ്റു സുഹൃത്തുക്കളോട് വേഗം ആ സ്ഥലത്തേക്ക് പോകാൻ പറയുന്നു. ആരും പോകാൻ പാടില്ല, ആർക്കും ഒരു പ്രശ്നവും വരരുതെന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. 10 വർഷം മുമ്പ് തന്നെ ഒരു പെൺകുട്ടി ഭയപ്പെടുന്നതായി കാണിച്ചല്ലോ. ഇപ്പോൾ 4 പേര് ഉള്ളിലേക്ക് വരുമ്പോൾ ആ പെൺകുട്ടിയെ മാത്രം കാണാതാവുന്നു. അവൾ എവിടെ പോയെന്ന് അറിയില്ലല്ലോ എന്ന് കരുതി ബാക്കി 3 പേരും അവളുടെ പേര് വിളിച്ച് അന്വേഷിക്കുന്നു. ഇപ്പോൾ വിളിക്കുന്ന ശബ്ദമൊക്കെ സെക്യൂരിറ്റിയും കേൾക്കുന്നുണ്ട്. ഇപ്പോൾ സെക്യൂരിറ്റിയും കാടിനുള്ളിലേക്ക് പോയതുപോലെയാണ് കാണിക്കുന്നത്. തടയണം എന്ന ചിന്തയോടെ അദ്ദേഹം വേഗത്തിൽ ആ സ്ഥലത്തേക്ക് വരുന്നു. ഇപ്പോൾ ആ പെൺകുട്ടി വല്ലാതെ ഭയപ്പെട്ടിരിക്കുകയാണ്. അയ്യോ കൂട്ടുകാരികൾ എവിടെയെന്ന് ചോദിച്ച് അവളും ഒരു വശത്ത് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം ഗായത്രിയും അരുണും തമ്മിൽ പിരിയുന്നു. കിണറ്റിനടുത്ത് ഒരു പ്രേതം ഇരിക്കുന്ന പോലെ കാണിക്കാറുണ്ടല്ലോ, ആ പ്രേതത്തെ ഇപ്പോഴാണ് അല്പം വ്യക്തമായി കാണിക്കുന്നത്. ആ പ്രേതം കുറച്ചായി ഇവിടെയുള്ളവരെയൊക്കെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു. ഈ പ്രേതമാണ് മന്ദാകിനി. മന്ദാകിനി ആദ്യം ആരെയാണ് നിയന്ത്രിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ ഭയന്ന പെൺകുട്ടി വരുന്നുണ്ടായിരുന്നല്ലോ, അവളെ നിയന്ത്രിക്കുന്നതായിട്ടാണ് നമ്മളെ കാണിക്കുന്നത്. ഇപ്പോൾ അവൾക്ക് വ്യത്യസ്തമായൊരു ശബ്ദം കേൾക്കുന്നു. 10 വർഷം മുമ്പ് ഒരു പയ്യൻ മരിച്ചതായി കാണിച്ചില്ലേ, അവൻ ആദ്യം ചെവികളൊക്കെ വേദനിക്കാൻ തുടങ്ങിയിരുന്നു. അതേപോലെ ഈ പെൺകുട്ടിക്കും വേദനിക്കാൻ തുടങ്ങുന്നു. ഒരു ഘട്ടത്തിൽ ഈ പെൺകുട്ടിയുടെ കണ്ണുകൾ വെള്ള നിറമായി മാറുന്നു. ഈ പെൺകുട്ടിയും കിണറിന് നേരെ നടന്നു പോകുന്നു. മറുവശത്ത് അരുൺ ഗായത്രിയെ അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ചു വരുമ്പോൾ അവൻ ഈ കാര്യം ശ്രദ്ധിക്കുന്നു. ഗായത്രിയെ കണ്ടെത്തുന്നുണ്ട്, ഒപ്പം ഈ കാര്യവും ശ്രദ്ധിക്കുന്നു. എന്താ ഇവര് കിണറ്റിൽ ചാടുന്നത് പോലെ നടക്കുന്നത് എന്ന് കരുതി അവൻ ഞെട്ടിപ്പോവാണ്. നായകന്റെ സുഹൃത്തുക്കൾ ഇപ്പോൾ ആ ഭാഗത്തേക്ക് പോയല്ലോ. ആ ഭാഗത്ത് ഒരുപാട് പേര് കാട്ടിലേക്ക് പോയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. അയ്യോ ഒരുപാട് പേര് പോയല്ലോ, എന്ത് സംഭവിക്കാൻ പാടില്ലെന്ന് വിചാരിച്ചോ, അത് സംഭവിച്ചല്ലോ എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുകയാണ്. ആ ഭയന്ന പെൺകുട്ടി വശീകരിക്കപ്പെട്ടതുപോലെ കിണറ്റിൽ ചാടാൻ പോകുമ്പോൾ ആ 2 സാറുമാര് വന്ന് തടയുന്നു. ആ സാറുമാരും കുറച്ച് അകലത്തിൽ നിന്ന് ഇത് കണ്ടിരുന്നു. വേഗം വന്ന് അവരവളെ തടഞ്ഞ് രക്ഷപ്പെടുത്തുന്നു. ആ പെൺകുട്ടിക്ക് എന്ത് പറ്റി, ഗായത്രിക്ക് എന്ത് പറ്റി എന്നൊക്കെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടല്ലോ. ഈ സമയം ആ പ്രേതം വന്ന് അരുണിനെ നിയന്ത്രിക്കുന്നു. അരുൺ ഒരു ഘട്ടത്തിൽ ആ കിണറ്റിനടുത്തേക്ക് പോവുകയാണ്. എടാ നിക്ക് എന്ന് പറഞ്ഞ എല്ലാവരും അവനെ തടയാൻ ശ്രമിക്കുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ അവൻ കിണറ്റിലേക്ക് ചാടുന്നു. മയക്കത്തിലായിരുന്ന ഗായത്രി ഇപ്പോഴാണ് കണ്ണു തുറക്കുന്നത്. അരുൺ കിണറ്റിൽ ചാടിയെന്ന് അവർക്ക് മനസ്സിലാവുന്നു. ഇത് കണ്ട് അവൾ വല്ലാതെ ഭയപ്പെടുന്നു. അതേസമയം അനിയനും അവിടെയുണ്ട്. അനിയന് എന്തോ അപകടം സംഭവിച്ചെന്ന കാര്യം ഇപ്പോഴാണ് നായകൻ അറിയുന്നത്. അവിടെയുള്ളവർ വിളിച്ചു പറയുന്നുണ്ട്, അയ്യോ അനിയനാണോ അപകടത്തിൽപ്പെട്ടത് എന്ന് കരുതി അദ്ദേഹവും വല്ലാതെ ഭയപ്പെടുന്നു. ഇപ്പോൾ അനിയൻ കിണറ്റിൽ ചാടിയല്ലോ, അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ കഴിയുമോ എന്ന് സെക്യൂരിറ്റി ശ്രമിക്കുന്നുണ്ട്. അതായത് അവൻ എവിടെയെങ്കിലും പിടിച്ചു തൂങ്ങിക്കിടക്കുകയാണെങ്കിൽ കയറിട്ട് രക്ഷപ്പെടുത്താമെന്നൊക്കെ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. മറുവശത്ത് ഗായത്രി എങ്ങനെയെങ്കിലും പുറത്തു വാ അരുൺ, എങ്ങനെയെങ്കിലും പുറത്തു വാ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ കരയാതിരിക്കുമോളെ, ഞാൻ എന്തെങ്കിലും ചെയ്യാം എന്ന് സെക്യൂരിറ്റിയും പറയുന്നു. കാരണം സെക്യൂരിറ്റിക്ക് അവളോട് സ്വന്തം മകളോടെന്ന പോലെ ഒരു സ്നേഹം തോന്നിയിരുന്നല്ലോ, അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പോൾ ഉള്ളിലുള്ള ആ പയ്യനെ രക്ഷപ്പെടുത്താൻ സെക്യൂരിറ്റി കഠിനമായി ശ്രമിക്കുന്നു. നോക്കുമ്പോൾ ആ പയ്യൻ പൂർണ്ണമായും അടിയിലേക്ക് പോയിട്ടില്ല, നടുക്ക് തന്നെ നിൽക്കുകയാണ്. ഒരു ഘട്ടത്തിൽ അവൻ കയറിൽ പിടിച്ച് പുറത്തേക്ക് വരാൻ തുടങ്ങുന്നു. കഷ്ടപ്പെട്ട് ഇവരും ആ പയ്യനെ പുറത്തെടുക്കുന്നു. അവിടെ എന്താണ് നടക്കുന്നതെന്ന് നായകനെ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അനിയനെ പുറത്തെടുത്തു, അവന് ബോധം വന്നു എന്ന വിവരം അദ്ദേഹത്തിന് ലഭിക്കുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് അല്പം ആശ്വാസമാവുന്നത്. അതേസമയം അരുൺ പുറത്തു വന്നതിന് ശേഷമാണ് ഗായത്രിക്ക് ആശ്വാസമാവുന്നത്. ഗായത്രി അരുണിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലാവുന്നു. ഇപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. സത്യത്തിൽ ചേട്ടൻ മാത്രമേ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. എന്നാൽ ഇപ്പോൾ അനിയനും അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. അനിയൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഉള്ളിൽ പോയതിനു ശേഷം എനിക്കൊന്നും ഓർമ്മയില്ല,
ഞാൻ എങ്ങനെ പുറത്തു വന്നതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല എന്നാണ്. അപ്പോഴാണ് അനിയന് ഒരു ഫോൺ കോൾ വരുന്നത്. അതായത് അനിയൻ എഴുന്നേറ്റ് പോയതിനു ശേഷമാണ് കോൾ വരുന്നത്. ആരുടെ കയ്യിൽ നിന്നാണെന്ന് നോക്കുമ്പോൾ അത് ഗായത്രിയാണ്. ആ ഗായത്രിയെ കണ്ട ഉടനെ നായകൻ വല്ലാതെ ഞെട്ടുന്നു. ഇപ്പോൾ നായകൻ താൻ ശേഖരിച്ച വിവരങ്ങളൊക്കെ എടുക്കാൻ പോകുന്നു. അതിൽ ഒരു ഫോട്ടോ എടുത്ത് നോക്കി അദ്ദേഹം ശരിക്കും ഞെട്ടാണ്. മന്ദാകിനി എന്നൊരു പ്രേതം ഉണ്ടല്ലോ, ആ പ്രേതത്തിന് ഒരു അനിയത്തി ഉണ്ടായിരുന്നു. ആ അനിയത്തിയാണ് ഈ ഗായത്രി. അതായത് അക്ഷരം പ്രതി ഗായത്രിയെ പോലെ തന്നെയാണ് ആ അനിയത്തിയും ഉണ്ടായിരുന്നത്. ഇവിടെ നോക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം തന്റെ സുഹൃത്തായ ദീപകിനെ കാണിക്കുന്നു. അപ്പോൾ മന്ദാകിനിയുടെ അനിയത്തിയുടെ പുനർജന്മമാണ് ഈ ഗായത്രി എന്നാവും പറയുന്നു. മന്ദാകിനി മാത്രമാണ് പ്രേതമായി മാറിയിരിക്കുന്നത്. അനിയത്തി പ്രേതമായി മാറിയിട്ടില്ല. അവിടെ എന്താണ് നടക്കാൻ സാധ്യതയുള്ളതെന്ന് നായകൻ പറയാൻ തുടങ്ങുന്നു. അതെന്താണെന്ന് വെച്ചാൽ മന്ദാകിനി എല്ലാവരെയും നിയന്ത്രിക്കുന്നത് പോലെ അനിയനെയും നിയന്ത്രിച്ച് കിണറ്റിലേക്ക് ചാടിച്ചു. എന്നാൽ അനിയത്തിയായി ഇപ്പോൾ ഉള്ളത് ഗായത്രിയാണല്ലോ. അതായത് അനിയത്തിയുടെ പുനർജന്മമായ ഗായത്രി ആ സമയത്ത് വല്ലാതെ സങ്കടപ്പെട്ടിരുന്നല്ലോ. എങ്ങനെയെങ്കിലും പുറത്തു വാ എന്ന് അവൾ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് ആ പ്രേതത്തിന്റെ മനസ്സ് മാറുന്നു. ശരി, പുനർജനിച്ച തന്റെ അനിയത്തിയെ സഹായിക്കാമെന്ന് കരുതി അവനെ രക്ഷപ്പെടാൻ അനുവദിച്ചതാണ് എന്ന് നായകനും പറയുന്നു. സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ഒരു രഹസ്യം കാത്തു സൂക്ഷിച്ചിരുന്നു. ഇപ്പോൾ അവസാനമാണ് അതെന്താണെന്ന് നമ്മളെ കാണിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ പല രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഈ പ്രദേശം പിടിച്ചെടുക്കാൻ കൂട്ടത്തോടെ വരുമായിരുന്നല്ലോ. എന്നാൽ അവിടെ വളരെ കുറച്ചു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരാണ് യുദ്ധത്തിൽ വിജയിച്ചിരുന്നത്. അവരെങ്ങനെയാണ് വിജയിച്ചതെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ കോട്ട ഉപരോധിക്കാനായി അയൽ രാജ്യത്തുള്ളവർ കൂട്ടത്തോടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉറങ്ങിക്കിടന്നിരുന്ന ചേച്ചിയും അനിയത്തിയും ഉണരുന്നു. ഇവരുടെ കയ്യിൽ എന്ത് ശക്തിയാണുള്ളതെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇവരുടെ കയ്യിൽ ഒരു ദ്രാവകമുണ്ട്. ആ ദ്രാവകം കുടിച്ചാൽ എന്താവുമെന്ന് വെച്ചാൽ തീ തുപ്പാൻ കഴിയുന്നത് പോലുള്ളൊരു ശക്തി ലഭിക്കും. ചേച്ചിക്കും അനിയത്തിക്കും ആ ശക്തി ലഭിക്കുന്നു. ഇതിനു പുറമെ ഇവർക്ക് പിന്തുണയായി 2 സൈന്യാധിപന്മാർ കൂടെയുണ്ട്. അവർ രണ്ടുപേരും പുള്ളിപ്പുള്ളിയാണ് വാഹനമായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവർ രണ്ടുപേരും വളരെ കരുത്തന്മാരാണ്. ഇവർ രണ്ടുപേരെയും രക്ഷിക്കാൻ അവർ ഏതറ്റം വരെയും പോകുമെന്ന് മനസ്സിലാവുന്നു. ഇപ്പോൾ ഒരുപാട് പേര് ഈ പ്രദേശം പിടിച്ചെടുക്കാമെന്ന് കരുതി കൂട്ടത്തോടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. അപ്പോൾ ഈ ചേച്ചിയും അനിയത്തിയും കയ്യിൽ തീയുമായി നിൽക്കുന്നു. ആ അഗ്നിശക്തി ഉപയോഗിച്ച് അവരെല്ലാവരെയും ആക്രമിക്കുകയാണ്. ഇപ്പോൾ സൈന്യാധിപന്മാരും ഇവരെ രക്ഷിക്കാനായി അവിടെ യുദ്ധം ചെയ്യാൻ വരുന്നു. ആ സൈന്യാധിപൻ ആരാണെന്ന് നോക്കുമ്പോൾ സെക്യൂരിറ്റിയാണ് ആ സൈന്യാധിപൻ. ഇതിനു പുറമെ രണ്ടാമത്തെ സൈന്യാധിപൻ ആരാണെന്ന് നോക്കുമ്പോൾ അത് നമ്മുടെ നായകനാണ്. ചുരുക്കത്തിൽ ആ 2 സ്ത്രീകളെയും രക്ഷിക്കാൻ ഇവർ കഠിനമായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇവർ 4 പേരും ഒരേ ടീമാണെന്ന് ഇതിലൂടെ മനസ്സിലാവുന്നു. ഇതുകൊണ്ടാണ് നായകൻ രക്ഷപ്പെട്ടത്. അതേപോലെ ആ സെക്യൂരിറ്റിയെയും പ്രേതമൊന്നും ചെയ്യാതെ വിട്ടത് കണ്ടില്ലേ, അതിനൊക്കെ കാരണം ഇതാണെന്ന് മനസ്സിലാവുന്നു. ഇവർ 4 പേരും ഒരേ ടീമിൽപ്പെട്ടവരായിരുന്നു. ഒരു ഘട്ടത്തിൽ ശക്തമായ ഒരു സൈന്യം ഇവരെ തോൽപ്പിക്കുന്നു. തോൽപ്പിച്ചതിന് ശേഷവും ആ ചേച്ചിയായ മന്ദാകിനിയുടെ ശക്തി പുറത്തു വന്നുകൊണ്ടേയിരുന്നു. അത് നിയന്ത്രിക്കണമെന്നതിനാലാണ് അവളെ ആ കിണറ്റിൽ അടച്ചിട്ട് നിയന്ത്രിച്ചു വെച്ചത്. എങ്കിലും മന്ദാകിനിയുടെ പ്രേതം ഉണ്ടല്ലോ, ആ വഴി വരുന്ന എല്ലാവരെയും വശീകരിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ നായകൻ തങ്ങളുടെ ടീമിൽപ്പെട്ട ആളാണല്ലോ, അതേപോലെ സെക്യൂരിറ്റിയും ടീമിൽപ്പെട്ട ആളായതുകൊണ്ട് അവരെ കൊല്ലണ്ടെന്ന് കരുതി വിട്ടതാണ്. അതേസമയം അരുണിനെ തന്റെ അനിയത്തിക്ക് വേണ്ടിയും അവൾ വെറുതെ വിട്ടതാണ്. ഇതാണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കി തന്ന് ഈ സിനിമയുടെ കഥ അവർ അവസാനിപ്പിക്കുന്നു. സോ സിനിമയുടെ കഥ എങ്ങനെയുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് കൊടുത്ത് തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.